എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ ചാനലിൽ ഇന്നത്തെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മിമിക്രി രംഗത്തെ സയാമീസ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന പുന്നപ്ര, മധു, മനോജ് എന്നീ സഹോദരന്മാരിൽ ഇളയ വ്യക്തിയായ മനോജ് പുന്നപ്രയാണ്. അദ്ദേഹത്തെ ഈ യൂട്യൂബ് ചാനലിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ദൂരാനത്തിടും മുമ്പേ കരിങ്കാരും കോര പറിച്ചാട്ടെ തക തക താപ്തിനും തകത്തൈതാര തകതിനും തകത്തൈതാര താപ്തിനും തക തകതിനും തക തകതിനും തക മിക്സി തകതാര തക താരതിത്തൈ താരാരോ തക താര താര താരതിത്തെ താരാരോ. അന്തിക്കെണ്ണെത്തുന്ന നേരത്തെ എങ്കിൽ എൻ്റെ അമ്മയെ നോക്കിയിരുന്ന് ഈ എണ്ണക്കറുപ്പുള്ളെൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്ന്. മനോജ് നമസ്കാരം. നമസ്കാരം പ്രിയപ്പെട്ട സരസപ്പൻ ചേട്ടനും സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ എളിയ കലാകാരൻ്റെ വിനീതമായ നമസ്കാരം. പ്രേക്ഷകർക്ക് വേണ്ടി ഇദ്ദേഹത്തെയും ഞാൻ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മിമിക്രി രംഗത്തെ സയാമീസ് ഇരട്ടകൾ എന്നാണ് സഹോദരനായ മധുവിനെയും മനോജിനെയും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടുള്ളത് പിതാവായിരുന്നു ഇതിന് ഏറ്റവും വലിയ പ്രചോദനം നൽകിയ ഒരു വ്യക്തി എന്നുള്ളതാണ്. കാരണം ഈ അച്ഛനും മക്കളും കൂടെ കളിക്കുന്ന ഒരു മത്സര നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഈ മിമിക്രി രംഗം തിരഞ്ഞെടുക്കാനുണ്ടായ കാര്യം? അതായത് പറഞ്ഞതുപോലെ അച്ഛൻ NVK അറവാട് ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. അച്ഛനാണ് നമ്മുടെ ഗുരുനാഥനും. ഞാനും എൻ്റെ ചേട്ടനും കലാരംഗത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ രീതിയിലും ഇപ്പോൾ തബല ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, ചെണ്ട ആയിക്കോട്ടെ, മിമിക്രി തുടങ്ങുന്നത് ഹാസ്യകലാ പ്രകടനം എന്നും പറഞ്ഞാണ്. പിന്നെ നാടകമായിക്കോട്ടെ, ഓട്ടംതുള്ളലായിക്കോട്ടെ, ഇതെല്ലാം പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പം അതുകൊണ്ട് NVK അറവാട് എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഞങ്ങളുടെ ഗുരുനാഥൻ. ഇത് കടുവാകളി, വില്ലടിച്ചാമ്പാട്ട്, ഏതെല്ലാം മേഖലയുണ്ടോ ഇതിനെല്ലാം നമ്മുടെ കാണപ്പെട്ടതും എല്ലാം ഉള്ള ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. ചുരുക്കി പറഞ്ഞാൽ അച്ഛനൊരു സകലകലാ വല്ലഭനായിരുന്നു. അതെ, അച്ഛനെ ഓമനപ്പല്ലിൽ അറിയപ്പെടുന്ന പോലും, അച്ഛൻ്റെ പാട്ട് കേട്ട് അറിയപ്പെടുന്ന പോലും കുയിലാശാൻ കുയിലാശാൻ എന്നായിരുന്നു. അത് ശരി, കുയിലിന്റെ ഈണം തന്നെ ആയിരുന്നു. അതെ അതെ, കുയിൽ ശബ്ദമായിരുന്നു. അതെ. അപ്പോൾ ഇത് നാടകരംഗത്ത് നിന്ന് ഈ ഹാസ്യകലാ പ്രകടനം എന്ന രീതിയിലാണ് തുടക്കം. അതെ അതെ. അതെങ്ങനെയായിരുന്നു ഹാസ്യകലാ പ്രകടനം എന്ന് പറഞ്ഞാൽ അന്ന് ഞാനും ചേട്ടനും മധു പുന്നപ്ര മധുവും സംഘവും അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് എന്നും പറഞ്ഞാണ് ഞങ്ങൾ കണ്ടത്. അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്തനായ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന പ്രശാന്ത് പുന്നപ്ര, അമ്മാവൻ്റെ മോനാണ്. പിന്നെ ഗോപൻ എന്ന് പറയുന്ന ഇപ്പോൾ GK സ്റ്റഡി സെൻറ്റർ നടന്ന ഗോപൻ, പിന്നെ അശോകൻ. ഞങ്ങൾ ഇത്രയും പേരാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുന്നപ്ര മധുവും സംഘവും. ഈ പുന്നപ്ര മധുവും സംഘവും എന്ന് പറഞ്ഞ് പരിപാടിക്ക് പോയിട്ട് അത് കണ്ടാൽ ചിരി വരും. പരിപാടി സ്പോട്ടിൽ പുന്നപ്ര മധുവും സംഘവും എന്നൊരു ക്വാർട്ടർ ഫോം ഉണ്ട്. ഈ ക്വാർട്ടർ ഫോം പോലും കെട്ടുന്നത് ഞാനും അണ്ണും കൂടെ ഈ മുള ചാടിക്കരുന്ന അപ്പുറം എന്നാണ്. അവിടെ അനൗൺസ് ചെയ്യാണ് പുന്നപ്ര മധുവും മനോജൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്റ്റേജിൻ്റെ മേളിൽ നിൽക്കുകയാണ്. അത് ശരി. അപ്പൊ ഈ കമ്മിറ്റിക്കാർ ഭയങ്കരമായിട്ട് അനൗൺസ് ചെയ്യല്ലേ? അതെ, അനൗൺസ് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്റ്റേജിന് മേളിൽ നിൽക്കുകയാണ്. പ്രശസ്തരായ മധു പുന്നപ്രയും സഹോദരൻ മനോജും ചേർന്ന് അവതരിപ്പിക്കുന്ന ഹാസ്യകലാ പ്രകടനം എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിന്റെ മണ്ടക്കിരുന്ന് കോട്ടോഫോറം കിട്ടും. അത് അന്നല്ല. ഇപ്പം വോഡഫോൺ കോമഡി സ്റ്റാർസ് ആയിക്കോട്ടെ, മഴവിൽ മരുന്ന കോമഡി ഫെസ്റ്റിവല്, സ്റ്റാർ മാജിക്, ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്ത് നമ്മളൊരു പുന്നപ്ര മനോജ് നയിക്കുന്ന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെന്നാൽ പോലും ഇപ്പം എൻ്റെ നാടൻ പാട്ട് സമിതിയാണ് കുട്ടനാട് കണ്ണകി എന്ന സമിതി. ഇപ്പം കേരളത്തിലെ മാന്യമായ രീതിയിൽ പ്രോഗ്രാം കളിക്കുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു സമിതിയാണ് കുട്ടനാട് കണ്ണകി. ഈ കുട്ടനാട് കണ്ണകിയുടെ പ്രോഗ്രാം ഇപ്പോൾ ചിലപ്പോഴും പുന്നപ്ര മനോജ് നയിക്കുന്ന കുട്ടനാട് കണ്ണകിയുടെ നാടൻ പാട്ട് എന്ന് അനൗൺസ് ചെയ്യുമ്പോഴും ഞാൻ ഉൾപ്പെടെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ 10-22 ആർട്സുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് കയറിയാൽ മതി. പക്ഷേ ഞാൻ ഓൾറെഡി ആ സ്റ്റേജ് ഭംഗിയാക്കി, എത്രയും ഭംഗിയാക്കി അത് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടെ സ്റ്റേജിൽ സഹായിച്ചിട്ട് ആ പ്രോഗ്രാം ചെയ്യത്തുള്ളൂ. വെച്ചാൽ സ്റ്റേജ് ഭംഗിയായെങ്കിലേ പ്രോഗ്രാമിന് ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഈ സ്റ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളിരിക്കുന്ന കരൂരാണ്. അതെ അതെ. ഈ കഴിഞ്ഞ സീസണിൽ ഇവിടെ തൊട്ടടുത്ത് പറമ്പിൽ ക്ഷേത്രത്തിൽ
ഈ കുട്ടനാട് കണ്ണകിയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോ അല്ല, അത് ബുക്ക് ചെയ്തത് കലാകാരനും നടനും ഗായകനും പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ഏജൻസി എല്ലാം ഉള്ള സരസപ്പൻ കലാലയ എന്നുള്ള മാഷാണല്ലോ. അതെ അതെ അതെ. അത് എൻ്റെ സുഹൃത്ത് ജയകുമാറാണ് അതിനൊരു അതെ 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 ഒരു വഴി തെളിച്ചത്. അതെ അതെ. കാരണം ഈ പരിപാടി കുട്ടനാട് കണ്ണകിയുടെ പരിപാടി തുടങ്ങിയ കാലം തൊട്ടേ നല്ല ഹിറ്റായിട്ട് ഓടുകയാണ്. അതെ, തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും പ്രേക്ഷകരുടെ സപ്പോർട്ടും കൊണ്ട് ഇങ്ങനെ. അതെ. അപ്പോഴങ്ങനെ ഇത് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ വർഷം നമുക്ക് നാടൻ പാട്ട് കുട്ടനാട് കണ്ണകിയുടെ വെച്ചാൽ എന്താ? അദ്ദേഹം മറിച്ചൊരു വാക്കും പറഞ്ഞില്ല, കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അതെ അതെ. അവർ വൈകിട്ട് കമ്മിറ്റി കൂടി എന്നെ ഫോണിൽ വിളിച്ചു, അത് ബുക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് ബുക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ഓർമ്മിക്കാതെ മുന്നോട്ട് നീങ്ങുന്നത് ശരിയല്ല. ശരി, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കൊച്ചിലെ ഞാനും ചേട്ടനൊക്കെ വന്ന് മിമിക്സ് അങ്ങോട്ട് ചോദിച്ച് പ്രോഗ്രാം ഞങ്ങൾക്ക് എഴുതി തരണമെന്നും പറഞ്ഞ് ചോദിച്ച ക്ഷേത്രത്തിലാണ് പറമ്പ് ക്ഷേത്രമൊക്കെ. പണ്ട് അങ്കമാലി നാടക നിലയത്തിന്റെ നാടകത്തിന് തൊട്ട് മുൻപ് കൂടെ വന്ന ഈ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിച്ചു. മാന്ത്രിക ചെപ്പ് നാടകം അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഈ മിമിക്സ് പരേഡ് എന്നുള്ള സംഭവം ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിൽ ഈ സാമ്പത്തികം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അപ്പം മിമിക്സ് ട്രൂപ്പ് തുടങ്ങാനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തി എന്നാണ് അല്ലേ ചോദിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, മിമിക്സ് പരേഡ്, അതായത് ഞങ്ങൾ തുടങ്ങിയ സമിതിയാണ് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ എന്ന സമിതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് തുടങ്ങുന്നത്. അത് ചെയ്യാനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തി എന്ന ചോദ്യം വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. അതിന് ഒരുപാട് പേരുടെ കടപ്പാടുണ്ട്. അതായത് കൊച്ചിൻ സൂപ്പർ സ്റ്റാർ എന്ന സമിതി, കൊച്ചിൻ സംഘകല എന്ന സമിതി, കൊച്ചിൻ കലാഭവന്, സംഘമിത്ര, ജൂബിലി, തിരുവനന്തപുരം അതുല്യ, പിന്നെ തിരുവനന്തപുരം സാഗര, കൊല്ലം നർമ്മ, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ്, അങ്ങനെ ഒരുപാട് സമിതികളിൽ വർക്ക് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ഒരു സമിതി തുടങ്ങണമെങ്കിൽ എങ്ങനെ പോലും നല്ലൊരു ചിലവ് വരും. നമുക്ക് ഇങ്ങനെ കുറച്ച് ഈ ബന്ധങ്ങളുള്ളത് കൊണ്ടും അവിടുത്തെ ട്രൂപ്പിൻ്റെ ഒരു നടത്തിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ടും ഞങ്ങൾ വെറും ഒരു 4850 രൂപയ്ക്ക് ഒരു ഫ്രണ്ട് കർട്ടനും ക്വാർട്ടർ ഫോം മേടിച്ച് അതിൽ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതി 4850 രൂപയ്ക്ക് തുടങ്ങിയ സമിതിയാണ് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ. ആ സമിതി പിന്നെ വളരെ ഫേമസ് ആയി. അതിനകത്ത് ആ സമിതിയിൽ വർക്ക് ചെയ്യാത്ത കേരളത്തിൽ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും, ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ചാനലിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയിലൂടെ വന്നു പോയവരാണ്. അതിനുശേഷം നമ്മൾ കൊച്ചിൻ മിമിക്സ് ഭവൻ തുടങ്ങി 2 സമിതിയായി. പിന്നെ കൊച്ചിൻ മിമിക്സ് ഭവൻ, കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ, കുട്ടനാട് കണ്ണകി, അങ്ങനെ നാടൻപാട്ട് ട്രൂപ്പ് അങ്ങനെ ആയി. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രിയ പ്രേക്ഷകരോടും ഈ സമിതിനെയൊക്കെ ഞങ്ങളെയും ഒക്കെ ഇവിടം വരെ എത്തിച്ചതിന് ഏറ്റവും നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട കേരളത്തിലെയും വെളിയിലെയും. അപ്പം തന്നെ നമ്മളറിയാലോ, പുന്നപ്ര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാനും ചേട്ടനും വളർന്നത് അല്ലേ. ഒരു സാധാരണ കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ടാണ് വളർന്നത്. ഞങ്ങൾക്ക് ഒരുപാട് തവണ വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോകാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയ പ്രേക്ഷകരുടെയും പിന്നെ നമ്മളെ ദൈവതുല്യമായി സ്നേഹിക്കുന്ന ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും ഏറ്റവും ഉപരിയായിട്ട് കേരളത്തിലെ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി, നമുക്ക് അവർ പ്രോഗ്രാം തരാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു സമിതിക്കും അതിന് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും, എങ്കിലും ക്ലിക്ക് ആകാൻ പറ്റത്തില്ല. ബന്ധങ്ങളാണ്. അതായത് ഒരുപാട് പ്രോഗ്രാം ഏജൻസി ഉണ്ട് കേരളത്തിലെ. അങ്ങേയറ്റം പോലെ ഇങ്ങേയറ്റം പോലെ എല്ലാ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസിക്കും ഈ ഒരു അവസരത്തിൽ അല്ലെ സ്പിരിറ്റ് ഓഫ് യൂട്യൂബ് ചാനലിൻ്റെ ഈ ചാനലിലൂടെ ഒരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ മിമിക്സിന് ഒരു പുതുമ വരുത്തിയത് നിങ്ങളാണല്ലോ. കാരണം അല്ല, അങ്ങനൊന്നും പറഞ്ഞാൽ കരുത് കേട്ടോ. കാരണം ഒരുപാട് നല്ല അതുല്യരായ മിമിക്രി കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം. പുതുമയെന്നല്ല, ഞാൻ പറഞ്ഞുതരാം. അല്ല, അത് പിന്നെ പുതുമയെന്ന് പറയുന്നത് മിമിക്സിന് നാടൻ പാട്ടിനോടൊപ്പം ചേർത്തുകൊണ്ട് ഒരു പുതുമ വരുത്തി ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയല്ലേ, സ്റ്റേജിൻ്റെക്ക് തന്നെയല്ലേ? അത് പറഞ്ഞ 1-2 കാര്യങ്ങൾ പറയണം. നമ്മളെ ഒന്നും വിസ്മരിക്കാൻ പാടില്ല. കാരണം മിമിക്സിന് പുതുമ വരുത്തി എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ നാടൻ പാട്ട് നമ്മളാ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്കത് വിശദമായിട്ട് അറിയില്ല. കാരണം വേറെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. നാടൻ പാട്ട് കുട്ടനാട് കണ്ടു തുടങ്ങിയിട്ട് 10-11 വർഷമായി കഴിഞ്ഞു. അപ്പം അതിനു മുമ്പ് ഒരുപാട് നാടൻപാട്ട് സമിതികളുണ്ട്. പക്ഷേ ഞാനീ പറയുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നാടൻപാട്ട് സമിതികൾ ഉള്ളൊരു കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു വിവാദത്തിനോ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ആവശ്യമില്ല. കാരണം ഈ കേരളത്തിലുള്ള എല്ലാ നാടൻപാട്ട് സമിതികളും അതിലെ ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് തിരിച്ച് ഞാനും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ
1993 ആണെന്ന് തോന്നുന്നു. കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയാണ് ഞങ്ങൾ നാടൻപാട്ട് പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടോ എനിക്ക് ആ കാലയളവിലുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മയായിട്ട് ക്ഷമിക്കുക. പക്ഷേ 1993 കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയുടെ മിമിക്സ് ബൂമറാങ് ഓർമ്മ കാണും. മിമിക്സ് ബൂമറാങ് എന്ന പ്രോഗ്രാമിലാണ് ഞങ്ങൾ നാടൻ പാട്ടുകളും മിമിക്സുമായിട്ട്, അതായത് ആദ്യ 1 മണിക്കൂർ നാടൻ പാട്ട്, പണ്ട് മിമിക്സ് ഗാനമായിരുന്നല്ലോ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് നാടൻ പാട്ട് എന്ന് മിമിക്സ് പരേഡാണ്. ഇത് ഞങ്ങൾ നേരെ തിരിച്ച് ആദ്യത്തെ 1 മണിക്കൂർ നാടൻ പാട്ടുകളും അതിനുശേഷം മിമിക്സ് പരേഡും. അന്ന് ഉണ്ടായിരുന്ന ഗായികയൊക്കെയാണ് ഇപ്പം നമ്മളിപ്പം വിവാദം ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം നമ്മൾ കേൾക്കണോ പ്രിയ കൂട്ടരെ എന്നൊക്കെ പാട്ട് പറഞ്ഞില്ലേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അതിനകത്ത് വേറെ ഇവൻ ആരോമൽ ചേകവരുടെ പെങ്ങളാകും ഉണ്ണിയാർച്ച, അവൾ അംഗം വെട്ടും കാഴ്ചയും കണ്ടേ. അത് ഇപ്പം വളരെ സ്റ്റൈലായിട്ട് പാടുന്നുണ്ട്. അപ്പം 1993 ഇപ്പോഴത്തെ ഒരു പുല്ലാങ്കുടിയിൽ വിദഗ്ധൻ, അതായത് അടൂരുള്ള ഒരുപാട് പാട്ടുകൾക്ക് സംഗീതവും ഒരുപാട് ശിഷ്യഗണങ്ങളുമുള്ള അടൂർ രവി എന്ന് പറയുന്ന അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ തൊട്ടയിലൊക്കെ നമ്മുടെ ഒരു പെങ്ങളായ മാധുരി എന്ന് പറയുന്ന കലാകാരിയാണ്. അങ്ങനെ ഓർമ്മ കാണും. കാരണം ഈ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയുടെ മിമിക്സ് ബൂമറാങ് ഈ പ്രോഗ്രാമും ആദ്യ വേദി തന്നതും അങ്ങനെയാണ്. നമ്മുടെ അമ്പലപ്പുഴ ഓർമ്മയുണ്ടോ, വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അപ്പം അന്ന് പാടിയ പാട്ടാണ്. അന്ന് അത് ആരെഴുതിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതിപ്പം അവരുടേതാണ് ഇവരുടേതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അവകാശപ്പെടുന്നുണ്ട്. അതായിക്കോട്ടെ, ആർക്കും ഒരു കാര്യം ആർക്കും സ്വന്തം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളാണെങ്കിലും മിമിക്രി കളിക്കുന്ന സമയത്ത് ചില നമ്പറുകൾ ഇപ്പം നമ്മളൊരു സ്കിറ്റ് കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്കിറ്റ് കളിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു കുടുംബ സ്കിറ്റാണ് വേറെ ടീം കളിക്കുന്നെങ്കിൽ അത് കാണുമ്പോഴും അതിൽ നല്ല കൗണ്ടർ ഉണ്ടെങ്കിൽ ഞാനെന്നല്ല കേരളത്തിൽ ഏത് മിമിക്രി ആർട്സാണെങ്കിലും അത് അടിച്ചു മാറ്റി നല്ലതായിട്ട് എടുക്കും. പക്ഷെ അത് അടിച്ചു മാറ്റുന്ന അതുപോലെ അവതരിപ്പിക്കുന്നതിലല്ല കാര്യം, അത് എടുത്തിട്ട് ചില വ്യത്യാസങ്ങൾ അത് ആ കണ്ടന്റ് വെച്ചിട്ട് വേറെ ചെയ്യും. അത് അങ്ങനെയാണല്ലോ, അത് മാത്രം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അതൊരു കഷ്ടപ്പെട്ടവരുടെ ഒരു വിലയില്ലാത്ത കാര്യം. അപ്പം അന്ന് ഞങ്ങൾ മിമിക്സ് ബൂമറാങ് അന്ന് അമ്പലപ്പുഴ അതിലും പങ്കുണ്ട്. അമ്പലപ്പുഴ ജയചന്ദ്രൻ, അമ്പലപ്പുഴ പങ്കേശൻ എന്ന് പറഞ്ഞ അതുല്യ കലാകാരൻ്റെ മോൻ അമ്പലപ്പുഴ ജയചന്ദ്രനാണ് അന്ന് കീബോർഡ് വായിക്കുന്നത്. ഇപ്പോഴും മറക്കാനാവാത്ത അനുഭവം, കമ്പോസർ അന്ന് കേടായിട്ട് 2 കീബോർഡാണ്, ഒന്ന് ഷാജി എന്ന് പറയുന്നത് അന്ന് കേടായിട്ട്. അപ്പം ഞാനൊന്ന് പ്രോഗ്രാം കൂടെ അന്ന് ഞങ്ങൾ കളിക്കുന്നില്ല, അന്ന് സ്റ്റേജിൻ്റെ കളിക്കുന്നില്ല. അന്ന് ഞാൻ കൊച്ചിൻ സംഘകലയിലാന്ന് തോന്നുന്നു, 7 ആർട്സിലാണോ എന്നറിയില്ല, കൊച്ചിൻ 7 ആർട്സിലാണല്ലോ, കലാഭവൻ അത് സമിതിയില്ല, സംഘകലല്ല, ഞാൻ സംഘകലല്ല, അത് തന്നെ അന്ന് കലാഭവനില്ല. അത് തന്നെ ആ സമയത്ത് ഈ പ്രോഗ്രാമിലായിട്ട് ഞങ്ങൾ പോയിട്ട് അന്ന് സ്റ്റേജിൻ്റെയുള്ള കലാകാരന്മാരാണ് ഈ തകഴി അജയനൊക്കെ ഇല്ലേ, തകഴി അജയനെ മിമിക്രി രംഗത്തൊക്കെ ആദ്യമായിട്ട് കളിക്കുന്ന പ്രൊഫഷണൽ ട്രൂപ്പ് കൊച്ചിൻ സ്റ്റേജിൻ്റെയാണ്. ഇനി അത് പറയാം, ഇനി ഒരുപാട് പേരുണ്ട്. അടുത്തത് അജി പുന്നപ്ര, ആ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന സമിതി കൊച്ചിൻ സ്റ്റേജിൻ്റെയാണ്. പിന്നെ നമ്മുടെ ഇപ്പം പറയുമ്പം ശരിയല്ല, ഈ സമയത്ത് നമ്മളെ എല്ലാവരെയും വിഷമിച്ച, എല്ലാവരും നമ്മുടെ കേരളം മൊത്തം ലോകം മൊത്തം വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. നമ്മളെ ദുരിതത്തിലാഴ്ത്തിയ, സങ്കടക്കടലിലാക്കിയ ഒരു സംഭവമാണ് വയനാട് ദുരന്തം. നമുക്കത് പറയാൻ പാടില്ല. ആ ദുരന്തം നടന്ന സ്കൂളിലെ HM ആയ ഉണ്ണികൃഷ്ണൻ സാറ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുജനാണ്, എൻ്റെ അച്ഛൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ മകനാണ്. എൻ്റെ പേര് നമ്മുടെ തനി ഭാഷയെ പറഞ്ഞാൽ എൻ്റെ പേരപ്പൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ്റെയും ആദ്യത്തെ പ്രൊഫഷണൽ സമിതി 10-11 വർഷമായിട്ട് ഉണ്ണികൃഷ്ണൻ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയിൽ ആർട്ടിസ്റ്റായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ഒത്തിരി, താജ് പത്തനംതിട്ട, മുകുന്ദൻ തകഴി, സുരേഷ് പത്തനാപുരം, സുജിത് എന്ന് പറഞ്ഞ ഒരു കലാകാരൻ, പറവൂർക്കാരൻ എന്ന് പറയുമ്പം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇതായ പറവൂർക്കാരൻ, ശെലു പറവൂർക്കാരൻ, അങ്ങനെ പേര് ഓർത്ത ഒത്തിരി പേരുടെ പേര് പറയാനുണ്ട്. അപ്പോൾ ഒട്ടനവധി കലാകാരന്മാരെ വളർത്തുവാൻ സ്റ്റേജ് ഇന്ത്യ എന്ന ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് അങ്ങനല്ല, അവരുടെ കഴിവുകൂടും വേണം. പക്ഷെ അതിനൊരു അടിസ്ഥാനത്തിൽ എല്ലാവരും പറയുമായിരുന്നു കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ അറവാട് ക്ഷേത്രത്തിന്, അറവാട് അമ്മയുടെ മണ്ണിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നു. എങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരാധാരം, നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യ ദേവതയായ അറവാട് അമ്മയുടെ മണ്ണിലാണ് കഴിയുന്നത്.
അവിടെ നമ്മുടെ പറമ്പിൽ വന്ന് കയറിയ ഒരൊറ്റ കലാകാരന്മാർ പോലും ഇതുവരെയും താഴേക്ക് പോയിട്ടില്ല. ഇല്ല. അത് നമ്മുടെ ഒരു ഗുരുത്തോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മയുടെ ഗുരുത്തോ ഈ കലാകാരന്മാരുടെ ഗുരുത്തോ എന്തോ അറിയില്ല. അല്ല, അതൊരു അറുവാടിനെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ പറ്റില്ലൊരു പ്രത്യേക ശക്തിയുള്ള ക്ഷേത്രവും അനുഗ്രഹദായികയായ ദേവിയും അതിന് പറ്റിയ മണലുമാണ്. അല്ല, വേറെ സംഭവം അറിയാം, ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ആയിട്ട് അത് പ്രേക്ഷകരോട് പറയാണ്. ഞങ്ങളുടെ പുന്നപ്ര അറവുകാടെന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തൊട്ട് മുന്നിൽ അറവുകാട് ദേവീക്ഷേത്രം, തൊട്ട് ഒരല്പം നടന്നാൽ നമ്മുടെ മുസ്ലിം പള്ളി, തൊട്ടപ്പുറം ക്രിസ്ത്യൻ പള്ളി. ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അനുഗ്രഹവും, ഈ ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും എൻ്റെ ചേട്ടനും. പിന്നീട് ഇപ്പോൾ ഇതിൽ നിന്ന് ചലച്ചിത്ര സീരിയൽ മേഖലയിലേക്ക് പോയല്ലോ. കോമഡി ഷോ ആണ്. കോമഡി ഷോ ആയിരുന്നു അത്. അതിൽ നിന്നുള്ള അനുഭവങ്ങളെ കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പറയാം. പ്രേക്ഷകരോടൊക്കെ അതിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് വലിയൊരു വിവാദത്തിന്, നമുക്ക് അതിനുള്ള താല്പര്യമില്ല. എങ്കിലും ഞാൻ പറയാം, ആദ്യമായിട്ട് അത് തന്നെ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് സൂര്യ ടി വിയിലെ രസികരാജ നമ്പർ 1 ആണ്. എനിക്കും എൻ്റെ ചേട്ടനും ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി തന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും പുന്നപ്ര മധു അണ്ണൻ്റെ പേര് കേട്ടോ, നമുക്കൊരു ന്യൂമറോളജി പ്രകാരം എന്ന് പറഞ്ഞില്ല, രണ്ടും രണ്ട് ഇതിൽ അറിയപ്പെടുന്നത്. അപ്പം അണ്ണനും എന്നെ വിളിച്ചത് മനോജ് പുന്നപ്ര എന്നാണ്. എങ്ങനെ വിളിച്ചതിനും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്രോഗ്രാം എപ്പോഴും പറയുന്നത് മധു പുന്നപ്ര മനോജ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു ഇത് ഇപ്പം സരസപ്പൻ കലാലയ എന്നല്ലേ, കലാലയ സരസപ്പൻ അല്ലല്ലോ, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതിനകത്ത് വേറൊന്നുമല്ല. നമ്മൾ ഒരു അത് കേൾക്കുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഞാൻ പുന്നപ്ര മനോജ് എന്ന് പറയല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞറിയാം, ചേട്ടൻ എവിടെ കണ്ടിട്ടുള്ളൂ, ആരും ചോദിക്കണം പറയും എൻ്റെ ഒരു മനോജ് എന്ന് പറയും. ഞാൻ സ്റ്റേജിൽ പറഞ്ഞ് കേട്ടില്ലേ, അവസാനം പരിചയപ്പെടുന്നവർ എങ്ങനെ കേട്ടോ. പിന്നെ പ്രിയമുള്ളവർ എല്ലാവരെയും ഒരു കേരളത്തിൽ നാടൻപാട്ട് സമിതികളിലെ എല്ലാ കലാകാരന്മാരെയും തകിൽ കൂട്ടുന്നില്ല, പാടുന്നവരല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരെ പോലും സ്റ്റേജിൽ ലൈവായിട്ട് പരിചയപ്പെടുന്ന ഒരു സമിതിയാണ് കുട്ടനാട് കണ്ണകി. അന്നറിയാമല്ലോ. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം എന്നെ പോലും പരിചയപ്പെടുന്നത് ഞാൻ തന്നെയാണ്. അതെങ്ങനെയാ അണ്ണൻ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും പരിചയപ്പെടുത്തിയ ശേഷം അവസാനം ഞാൻ പറയും, പ്രിയമുള്ളവരെ എൻ്റെ പേര് മനോജ്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, കലാരംഗത്ത് പുന്നപ്ര മനോജ് എന്ന് പറയും. ആര് പറഞ്ഞു ആരും പറഞ്ഞില്ലേ ഞാൻ തന്നെ പറയും. ഇത്ര ഉള്ള കാര്യം ഇങ്ങനെ പറയുന്നു. ഓർമ്മയുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതിന് ഈ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവങ്ങൾ ചാനലിലേക്ക് പോകുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അതേക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാം. അല്ല, ഇപ്പം ഈ സിനിമയുടെ ഒരു വലിയ വിഷയം നടക്കുന്ന സമയമാണ്. എങ്കിലും പറയാതിരിക്കാൻ നമുക്ക് ഇപ്പം ഈ നമ്മുടെ ആ ഒരു തുടക്കകാലത്ത് ചാനലിലൊക്കെ തുടക്കകാലത്ത് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സിനിമാ നടന്മാരെ അടുത്ത് കാണുക. അതാദ്യം നമ്മൾ മദ്രാസിലായിരുന്നു, AVM സ്റ്റുഡിയോയിലായിരുന്നു. AVM സ്റ്റുഡിയോയിൽ കയറുക എന്നാണ് പറഞ്ഞാൽ നമ്മൾക്കൊരു വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ ഉള്ള പോലെ ഒരുപാട് ഫ്ലോറുകളാണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രസികരായ ഷൂട്ടിങ് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അടുത്ത ഫ്ലോറിലേക്ക് പോകും. അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലോറിലേക്ക് പോകും. എന്താണെന്നറിയോ, ആ ഫ്ലോറിൽ ഷൂട്ട് കിടക്കുന്നു. അവിടെ രജനീകാന്താണെങ്കിൽ ഇപ്പുറത്തെ ഫ്ലോറിൽ ഷൂട്ട് കിടക്കുന്നു. അവിടെ വിജയ് ആണെങ്കിൽ അപ്പോൾ കിടക്കുന്നു. അവിടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ എന്നുമല്ല പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം വെച്ചാൽ നമ്മുടെ തമിഴിലെ ഉലകനായകൻ കമൽ ഹാസന് മറ്റേ പടത്തിൻ്റെ പേര് ദശാവതാരം അല്ലേ, ആ പടത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ആരും കാണിക്കത്തില്ല പുള്ളിയുടെ വേഷം. പക്ഷെ നമ്മൾ അതിനകത്ത് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫോണൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് കമൽഹാസനെ ഇത്ര അടുത്ത് നിന്ന് കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിലെ 2.5 വർഷം സെമി ഫൈനൽ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷമാണ് കുറച്ചധികം ഗൾഫ് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചത്. ഏഷ്യാനെറ്റ് വന്നതിന് ശേഷം പിന്നെ മഴവിൽ മറ്റൊരു കോമഡി ഫെസ്റ്റിവൽ 2.5 വർഷം, പിന്നെ സ്റ്റാർ മാജിക്, കോമഡി ഉത്സവം, പിന്നെ ജീവൻ TV, കൈരളി TV. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു അഭിമാനമാണ്. കാരണം നമ്മളിതൊന്നും പ്രതീക്ഷിച്ചതല്ല. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഇനി ഏത് ചാനലിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. പക്ഷെ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയാമല്ലോ. എനിക്ക് ഒരിക്കലും അവര് ഇതൊന്നും പറയില്ല. ഇപ്പൊ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ മേലെ ഒന്നാമത് സിനിമ അഭിനയിക്കാൻ കഴിവ് വേണം. അത് ഞാൻ നിഷേധിക്കുന്നു. അതല്ല ഒന്ന് കഴിവ് വേണം. രണ്ടാമത് നമ്മുടെ തലവരെ കറക്റ്റ് ആകണം. അല്ല, തിക്കുറിശ്ശി സുകുമാരൻ നായർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ നാടകം എന്ന് പറയുന്ന സാധനത്തിൽ അഭിനയിക്കണമെങ്കിൽ കഴിവ് വേണം. തീർച്ചയായിട്ടും.
പക്ഷേ സിനിമയിലും സീരിയലും അഭിനയിക്കാൻ ഭാഗ്യം മതി അതെ അതെ എന്നുള്ളൊരു സംഭവമാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് ഞാൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നാടകത്തിന്റെ കാര്യം പറഞ്ഞാണ്, നമ്മൾ ആരെ കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പം ഒരു നാടകം അഭിനയിക്കുമ്പോൾ 2.5 മണിക്കൂർ നാടകം പോട്ടെ, 2 മണിക്കൂർ നാടകം അല്ലേ? ഈ ഡയലോഗ് കാണാൻ പഠിച്ച് ഒരു സെന്റിമെന്റ്സ് ആണെങ്കിൽ സെന്റിമെന്റ്സ്, സന്തോഷമാണെങ്കിൽ സന്തോഷം. അപ്പൊ ചിലയിടത്ത് മൈക്കിന്റെ ഓളിയം കാണത്തില്ല അല്ലേ? ചിലപ്പോൾ ഓൾട്ടൈന്റെ പ്രശ്നം കാണും. ഈ സാധാ മൈക്കിൽ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടുന്ന് മൈക്കിലെടുത്ത് പറയണ സരസപ്പണ്ണ സുഖമാണോ അല്ലേ? അവിടെ ഇച്ചിരി മാറിയെന്നല്ല, എങ്ങനെ പറയും? സരസപ്പണ്ണ സുഖമാണോ എന്ന് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ അല്ലേ? ഇത് അത് വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, തുറന്നു പറയുകയാണ്, ഇപ്പൊ അതിന്റെ പേര് എന്നോട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, പിണങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, മിമിക്രീനെ ഒന്നിനും തള്ളിപ്പറയില്ല, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കലാകാരന്മാര് തുറന്ന് മനസ്സ് തുറന്ന് പറയുകയാണ് നാടകവേദിയിലെ അതിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരാണ്. നടീ നടന്മാരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും എനിക്ക് ഭയങ്കര ജീവനാണ്. അറിയാമല്ലോ, 27 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വരെ ഞാനും എൻ്റെ ചേട്ടനും നാടകം കാണാൻ പോകും. ഇന്നും എൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നാടകം ഉണ്ടെങ്കിൽ നമ്മൾ പുന്നപ്പുറ മനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളൊന്നും കാര്യമാക്കത്തില്ല. നമ്മൾ വരെ പെട്ടെന്ന് പാൻ്റൊക്കെ മാറി ഒരു കയ്യിലേക്ക് കൊടുത്ത് അതാണ് നാടകം കാണുന്ന സുഖം. ഫ്രണ്ട് വന്നിരുന്ന് നാടകം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. ഞങ്ങൾ ഫ്രണ്ട് പോയി നാടകം കണ്ട് നാടകം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങത്തുള്ളൂ, എന്നിട്ടേ പ്രോഗ്രാമിന് കയറത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ പല ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ നാടകക്കാരെ കുറിച്ച് നല്ലൊരു വിലയിരുത്തലാണ് മനോജ് നടത്തുന്നത്. ഞാനിത് പറയട്ടെ, കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞ കുഴപ്പമില്ലല്ലേ, ഇല്ല നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മറ്റേ പേരിന് അരുൺ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു. അത് പുള്ളിയൊക്കെ പറയാം, അവർക്കൊക്കെ ധൈര്യമായിട്ട് പറയാനുള്ളതുണ്ട്. എന്തറിയാം, പുള്ളി പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു വിഷയം ഉണ്ടായപ്പോൾ, ഇപ്പോഴത്തെ ഒരു വിവാദമായ ഒരു വിഷയം നടക്കുമല്ലോ, അത് പേര് പറയുന്നില്ല. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാടകക്കാരുടെ കാലിൽ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക്. അത് ചോദിച്ചാൽ നാടകക്കാരുടെ കാലിൽ കൊമ്പുണ്ടോ? സത്യമല്ലേ? ഞാൻ ചോദിട്ടെ, ഇപ്പം ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഇതെല്ലാം പറഞ്ഞു, ഇപ്പം നമ്മൾ വിവാദത്തിലേക്ക് പോകും, ഇതെല്ലാം പറഞ്ഞു, എനിക്ക് പറയാൻ കിട്ടിയ അവസരമാണ്. അതിൽ ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇപ്പം ഇനി പറയാം, ധൈര്യമായിട്ട് പറയല്ലോ. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ലേ, എല്ലാവരും ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഇത്രയും വിവാദങ്ങളിലൊക്കെ വരുന്നു. ഞാനൊരു ചാനലുകാരോട് ചോദിക്കുകയാണ്, കേരളത്തിലെ എല്ലാ ചാനലുകാരും ചോദിക്കുകയാണ്, എനിക്കൊന്നും വേണ്ട നാടകക്കാരെയോ സ്റ്റേജ് കലാകാരന്മാരെയോ ഒന്നും കൊണ്ടുണ്ട്. ഇപ്പോൾ ഓണം വരുമ്പോൾ നിങ്ങൾ ഓരോ ഗസ്റ്റിനെ കൊണ്ടുവരുമല്ലോ, അത് ഞാൻ തുറന്ന് പറയുകയാണ്. കാരണം ഇപ്പം ഇതിൻ്റെ പേരിൽ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരില്ല ഒരുപാട്, ഓരോ ദിവസം ഓരോരോ ഗസ്റ്റാണല്ലോ. ഒരൊറ്റ കാര്യം പറയാം, ഇപ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം അല്ലേ, 5 ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാനൽ ആഘോഷിക്കുന്നത്. ഒരു ദിവസം, ഒരേ ഒരു ദിവസം നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാനം കാക്കുന്ന, സ്വന്തം ജീവൻ വെടിഞ്ഞ് രാജ്യത്തിന് വേണ്ടി മാനം കാക്കുന്ന ഒരു പട്ടാളക്കാരനെ കൊണ്ടുവരണം. ഒരു അഭ്യർത്ഥനയാണ്. അല്ല, തെറ്റുണ്ടോ? നല്ലൊരു നിർദ്ദേശമാണ് അല്ലേ? ഒരു ദിവസം മതി, ഒരു ദിവസം. ബാക്കി വിട്ട് വേണം, തിരുവോണോ വിട്ടോ ചതയോ ഉത്രാടമൊക്കെ അവരെടുത്ത് ആരെങ്കിലും കൊണ്ടുവന്നിട്ടെ. ഇതിന്റെ ഈ ഓണത്തിൽ ഒരു ദിവസമെങ്കിലും അവരുടെ അനുഭവങ്ങൾ പറയട്ടെ. അവര് നമുക്ക് വേണ്ടി അവിടെ പോയി കഷ്ടപ്പെടണോ? നമ്മളിവിടെ സുഖമായിട്ട് ജീവിക്കുമ്പോ നമ്മുടെ നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ അല്ലെ, നമ്മൾ വാക്കുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. അവര് വരുമ്പോഴത്തേക്കും അവരെ കൊണ്ടുവന്ന് അവരുടെ ഒരു ജീവിതാനുഭവം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എത്രയോ ആൾക്കാർക്ക് പ്രചോദനമാകും അല്ലേ? അല്ല, അത് സത്യമായ കാര്യമാണ്. നമ്മളിവിടെ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി മഞ്ഞുമലകളിൽ കിടന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കുകയും നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് പട്ടാളക്കാർ. അതെ. അപ്പം ഞാൻ വലിയ ആളൊന്നുമല്ല, എൻ്റെ ഒരു ഇളയ കലാകാരൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം അത് സ്വീകരിക്കാതെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ് അല്ലെ, ചാനലുകാരുടെ ഇഷ്ടമാണ്. എല്ലാ ചാനലും നമുക്ക് വേണ്ടപ്പെട്ടാണ്. കാരണം ഈ ചാനലൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ 10 ജനങ്ങൾ അറിയാൻ സാധിച്ചത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ 5 ദിവസത്തിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറിൽ ഒരു 10 മിനിറ്റെങ്കിലും അവർക്ക് വേണ്ടി അല്ലേ? അതെ അതെ. എന്തായാലും പിന്നെ ഇത് കാണുന്ന ചില ചാനലുകാർ കാണും, അവർ നമ്മുടെ ഈ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഈ ഓണത്തിന് ഏതെങ്കിലും ഒരു ചാനലുകാരെ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ, അതല്ലേ നമുക്ക് പറ്റും. അതെ അതെ. മധു ഇച്ചിരി മുന്നോട്ട് സിനിമ സീരിയൽ രംഗത്ത് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പടം ചെയ്യാൻ പോവാ. അതുപോലെ സംവിധാന രംഗത്തും അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹം മൂലം താങ്കൾക്ക് എന്തെങ്കിലും ഈ സിനിമാ രംഗത്ത് പ്രവേശിക്കുവാൻ സാധ്യമായിട്ടുണ്ടോ? അതായത് സിനിമാ രംഗത്ത് പ്രവേശിക്കാൻ സാധ്യമായിട്ടുണ്ടെന്ന് പറയാൻ അഹങ്കാരമായിട്ട് കരുതരുത് കേട്ടോ. തന്നെ തന്നെ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ തന്നെ എന്നെ വിളിക്കാറുണ്ട്. അത് നമ്മളറിയാതൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്നേ നാൾ വരെ
എൻ്റെ ചേട്ടൻ്റെ ഷോർട്ട് ഫിലിം പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. മറ്റൊന്നുകൊണ്ടല്ല, രീതിയിലും അഹങ്കാരമായിട്ടോ പ്രിയ പ്രേക്ഷകർ, കാരണം അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും വിളിക്കാത്തതായിട്ട് നിങ്ങൾ കരുതിയാലും കുഴപ്പമില്ല. എൻ്റെ ജീവൻ, എൻ്റെ ഒരു ആഗ്രഹം, ജീവൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാമാണ്, കലയുടെ ലോകം. തീർച്ചയായിട്ടും. ഇത് മറ്റുള്ളൊരു സ്റ്റേജിൽ നിന്ന് തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കാൻ മരിക്കണം എന്നും പറയാനില്ല, സ്റ്റേജാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ചാനൽ പ്രോഗ്രാമിൽ പോകുന്നത് അതിന് അത്ര പ്രശ്നമില്ല നമുക്ക്. എങ്കിൽ പോലും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനായിരിക്കും. കാരണം പുന്നപ്ര മിൽമയിൽ ജോലി കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. 6-ാം ദിവസം ഞാൻ 2-ാം നില നിൽക്കുമ്പോൾ ഇപ്പോൾ ട്രൂപ്പ് വേണ്ടെന്ന് വെച്ചു. എല്ലാവർക്കും വിഷമം, ആർട്ടിസ്റ്റുകൾക്കെല്ലാം. ഞാൻ നോക്കാത്ത ഒരു ബോർഡും കെട്ടി ഒരു വണ്ടി പോകണം. പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കുകയാണ്, ഫോൺ എടുക്കുകയാണ്. ഹലോ, ജോമനെ, ഷൈജു, സുജിത്തെ, വിനി, അങ്ങനെ വരെല്ലാം വിളി, ഉദയമേ, നമ്മുടെ ആർട്ടിൽ വിളിക്കുക. പിന്നെ എന്താ, നാളെ 10 മണിക്ക് പുന്നപ്ര എത്തണം. എന്താണ്, ട്രൂപ്പുണ്ട്, നാളെ 10 മണിക്ക് നമ്മൾ വിളക്ക് എത്തിക്കുന്നു, നോക്കുന്നു, ഓക്കെ ശരി. അങ്ങനെ നമ്മൾ ആ ജോലി കളഞ്ഞിട്ട് ഇതുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് മണിമന്ദിരം ഉണ്ടാക്കാനോ ലാഭം ഉണ്ടാക്കാനൊന്നും അല്ല. നമുക്കിതൊരു എന്താ പറയുക, ഒരു ലഹരിയാണ്. ലഹരി എന്താണ്, നമ്മുടെ ജീവിതമാർഗവും ഇതാണ്. മനോസുഖം. കാരണം അറിയാലോ, ഇപ്പം അതുകൊണ്ട് കാര്യം പറഞ്ഞു, നമുക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് എൻ്റെ ഒരു പ്രത്യേകമുണ്ട്, അറിയാമല്ലോ, എന്തുവാ, മൊത്തം കുടുംബമാണ്. മധു, ചേട്ടൻ്റെ പേര് മായ, ചേട്ടൻ്റെ മക്കളുടെ പേര് മഹാദേവൻ, മഹേശ്വർ, അണ്ണൻ്റെ വീട്ടുപേര് മാതാപിത, ജോലി മിമിക്രി ആണല്ലോ. എൻ്റെ പേര് മനോജ്, ഭാര്യ സുമ, മക്കള് മഹിമ, മാളവിക, വീട്ടുപേര് മിമിക്സ് ഭവൻ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന മുകുളത്ത്, ആ വീട്ടുപേര് മുരിങ്ങയില്, ജോലി മിമിക്രി. എൻ്റെ കല്യാണം നടന്നത് മംഗലശ്ശേരി ഓഡിറ്റോറിയം, അണ്ണൻ്റെ കല്യാണം നടന്നത് MGM ഓഡിറ്റോറിയം. ഞങ്ങൾ അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് മൊത്തം മായാണ്. ഏറ്റവും വലിയ പ്രത്യേകിച്ച് അയൽവക്കാരായിട്ട് വഴക്കിട്ടാൽ അവരെന്തെല്ലാം ചീത്ത പറഞ്ഞാലും ഞങ്ങൾ മായയെ പറയത്തുള്ളൂ. അതെന്തായാലും പ്രേക്ഷകർക്ക് ചിരിക്കാനൊരു വകതറിയാം. തമാശക്ക് പറഞ്ഞ കേട്ടോ, അങ്ങനെ ആരോട്ടും വഴക്കിടാറില്ല കേട്ടോ. അയൽവക്കാരൊക്കെ നമ്മൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവരും. ഇതിപ്പോ ഈ നിലവിലുള്ള ഇപ്പൊ മിമിക്രിയിലൂടെ നാടൻപാട്ടും മിമിക്സും കൂടെ കൊണ്ടുവന്നു. ഇപ്പൊ കുട്ടനാട് കണ്ണകി എന്ന ഒരു സ്റ്റേജ് ഷോ എന്ന് തന്നെ പറയാം. നമ്മൾ നാടൻപാട്ടാണല്ലോ ഒരു വെറൈറ്റി ആയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്, അതുകൊണ്ട് എത്ര പ്രോഗ്രാം കളിക്കുന്നത്. ഇനി ഇപ്പൊ ഈ കലാരംഗത്ത് നിങ്ങൾ ഈ വന്ന ഫീൽഡിൽ എന്തെങ്കിലും ഒരു പുതുമ ആഗ്രഹിക്കുന്നുണ്ടോ? കലാരംഗത്ത് വന്ന രംഗത്ത് പുതുമ ആഗ്രഹിക്കുന്ന കാര്യമില്ല. നിലനിൽക്കുന്നിടത്ത് നിന്ന് ഇപ്പൊ വളരെ വ്യത്യാസങ്ങൾ ഈ മിമിക്രിക്ക് വരുത്തി, നാടൻപാട്ടിന് വരുത്തി. അല്ല, നമ്മളിപ്പോൾ നാടൻപാട്ടിന് വളരെ വ്യത്യാസങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ പോലും അരോചകമായത് ആ കലയുടെ സത്തുണ്ടല്ലോ. ഇപ്പം നമ്മൾ തൻ്റെ നാടൻ പാട്ടുകളാണ് നാടിപ്പോൾ തന്നെ. ഇപ്പോൾ ഇവിടെ അമ്പലപ്പുഴയിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, നമ്മൾ നാടൻ പാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് അമ്പലപ്പുഴ പങ്കജാക്ഷൻ. നാടൻ പാട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭജൻസ് എന്ന് പറയും. ഭജൻസിലൊക്കെ ഞാൻ തബല വായിച്ചൊക്കെയാണ്. ഞാൻ തബലവാന പഠിച്ചിട്ടില്ല, അറിയാലോ, എല്ലാ ഉപകരണം വായിക്കുമെങ്കിലും തബലവാന പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഭക്തിക്കൊക്കെ പോയാണ് ഒരു താളബോധവും. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇച്ചിരി നമുക്കൊരു ഭയങ്കര താള നിശ്ചയമാണ്. ഇപ്പൊ തന്നെ ഞാൻ നാടൻ പാട്ടിന് എൻ്റെ സ്വരം അറിയില്ല, പാറപ്പുറത്ത് ഇരട്ടിയെടുക്കുന്ന ശബ്ദമാണ്. എങ്കിലും നാടൻ പാട്ട് ഞാൻ ഒരു പുട്ടിന് എൻ്റെ ഗായകരൊക്കെ പാടുമ്പോൾ പുട്ടിന് പീരിടുന്ന പോലെ. ഇപ്പം ഞാൻ പാടുന്ന ഞാൻ താരക പെണ്ണാളെ, അത് മിക്സ് ചെയ്ത താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പൂരാനത്തിടും മുമ്പേ കരിങ്കാലും കോര പറിച്ചാട്ടെ തക തക താപ്തിനും തകത്തൈതാര തകതിനും തകത്തൈതാര താപ്തിനും തക തകതിനും തക തകതിനും തക മിക്സ് തകതാര തക താരതിത്തൈ താരാരോ തക താര താര താരതിത്തെ താരാരോ. അന്തിക്കെന്നെത്തുന്ന നേരത്തെ എങ്കിൽ എൻ്റെ അമ്മയെ നോക്കിയിരുന്ന് ഈ എണ്ണക്കറുപ്പുള്ളെൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്ന്. അതിങ്ങനെ മിക്സ് ചെയ്ത് പാടുക. അപ്പം നമ്മൾ ഒരു പാട്ടില്ല, പക്ഷെ അത് നമ്മളിപ്പം പറഞ്ഞില്ലേ തനത് പാട്ടുകൾ, ഇത് എഴുത്തുപാട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ തനത് പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഒപ്പം തന്നെ ഈ എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഇതിൽ എഴുത്തുപാട്ടുകളും പാടാറുണ്ട്. അല്ല നമ്മൾ തനത് പാട്ട് മാത്രം പാടിയാൽ ആ പ്രോഗ്രാം വിജയിക്കണമെന്നില്ല. എഴുത്ത് പാട്ടുകൾ പാടിയാൽ മാത്രം പ്രോഗ്രാം വിജയിക്കും. ഇപ്പം തന്നെ പങ്കാമാമൻ്റെ ഈ പങ്കൻ മാമൻ കളിക്കുന്നുണ്ട്. പങ്കാശൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അത് ഹിറ്റായൊരു പാട്ടാണ്. എത്രയോ ആൾക്കാർ പാടി. അത് ഇച്ചിരി റേഞ്ചാണ്, എങ്കിൽ ഞാനത് പാടാം, നമുക്കത് കിട്ടുന്നില്ല. ഏനെന്നു വച്ചാലേ ധാരാ ചീതങ്കം വല്ലിയച്ഛൻ, ഏനെന്നു വച്ചാലേ ധാരാ ചീതങ്കം വല്ലിയച്ഛൻ. പിന്നെ പോവും തിപ്പം തിപ്പം
നാടൻപാട്ടാ അല്ല. നേരം വെളുത്തു പോയേ ദൂര്യനുദിച്ചും പോയേ, നേരം വെളുത്തു പോയേ ദൂര്യനുദി, അതുപോലെ ഇപ്പൊ നേരം വെളുത്തു പോയേ താരാദൂര്യനുദിച്ചു ഏക്കത്തില്ല. ആ പാട്ടിന് റേഞ്ച് ഉണ്ട്. നമ്മുടെ കലാഭവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്തായിരുന്നു? ഭയങ്കര റേഞ്ച് അല്ലേ, ഏത് പാട്ട് പാടിയാലും ഭയങ്കര റേഞ്ച് അല്ലേ. അപ്പൊ നമ്മൾ പരിവർത്തനമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിനുള്ള ആളൊന്നുമല്ല നമ്മൾ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് ജീവിത മാർഗവും പിന്നെ ഇന്നത്തെ അല്പം വരുമാനവും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നാടൻ പാട്ടാണെങ്കിലും അതിൻ്റെ അന്തസ്സ് പോകാത്ത രീതിയിൽ അതിനൊരു കലാമൂല്യം ഉണ്ടല്ലോ, അത് പോകാത്ത രീതിയിൽ നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം ഭയങ്കര വിവാദങ്ങൾ വരുന്നുണ്ട്, പാറ്റ പഴുതാര എന്നൊക്കെ ചെയ്യുന്ന പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്താലും അത് ചെയ്യുന്നത് അത് അവരുടെ ഇഷ്ടമാണല്ലേ, അവരുടെ ഒരു ക്രിയേഷനാണ്, നമ്മളതിനൊരിക്കലും വിമർശിക്കാൻ പാടില്ല. പക്ഷെ പ്രോഗ്രാം അതിനൊരു തനത് കാര്യമുണ്ട്, അത് അതിന്റെ അന്തസ്സ് പോകരുത്, അത്രേ ഉള്ളൂ. സമയത്തിനായി ഒരു കാര്യം അങ്ങോട്ട് ഞാൻ ചോദിക്കാം, എത്ര ഞാൻ ചോദിച്ചില്ലേ, ഒരു കാരണവശാലും എന്നോട് ചോദിക്കരുത് ഈ വരുന്ന കലാകാരന്മാർക്ക് എന്തോ ആണ് പറയാനുള്ളതെന്ന്. എനിക്ക് പറയാനുള്ള എന്തോന്ന് എനിക്ക് വിലയിരുത്തില്ല. അപ്പൊ ഇനി വരുന്ന കലാകാരന്മാരുടെ ദൈവത്തോർത്ത് എന്നോട് ചോദിക്കരുത്. അല്ല, ഇപ്പൊ ഈ പരിപാടിയുടെ നെട്ടോട്ടത്തിനിടയിൽ കഴിഞ്ഞ വർഷം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായല്ലോ, പ്രശ്നമല്ല ഒരു അപകടം. അതെ. അപ്പോ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായില്ലേ? ഒരുപാട് നമ്മള് ഒരു 5 വർഷമായിട്ട് സമ്പാദിച്ചാൽ കല കൊണ്ട് എന്തോ ഉണ്ടാക്കിയോ അതും ഒന്നും വട്ടപ്പൂജയായിപ്പോയി. പക്ഷെ അത് എന്തോ കേരളത്തിലെ നമ്മുടെ ഈശ്വരാധീനം കൊണ്ട് പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് എന്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് പ്രോഗ്രാം കളിച്ചു. ഇപ്പോൾ ഈ വർഷത്തെ കുട്ടനാട് കണ്ണകയുടെ പ്രോഗ്രാമിൻ്റെ പേരാണ് പരുന്തക്കെട്ട്. നമ്മൾ ഒരുപാട് ദൃശ്യാവിഷ്കാരങ്ങളും എല്ലാം കോർത്തിണക്കിയാണ് 10-22 കലാകാരന്മാരും ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വർഷമെങ്കിലും കുറച്ച് പ്രോഗ്രാം നല്ല രീതിയിൽ കളിച്ച് ആ കടവൊക്കെ അങ്ങൊന്നും സമ്പാദിക്കണ്ട, കയ്യിൽ ഉള്ളതും പോയി എല്ലാം പോയിരിക്കുന്ന ആ ഒരു അതിൽ കയ്യിൽ പോയി സങ്കടമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ, 2 പേരുടെ ജീവൻ പൊരിഞ്ഞു പോയി ആ ആക്സിഡന്റിൽ. പിന്നെ നമ്മുടെ ഒരു കലാകാരൻ സുർജിത്ത് എന്ന് പറയുന്ന കലാകാരൻ രക്ഷപ്പെട്ട കലാകാരനതാണ്. അത് പരുമല ഹോസ്പിറ്റലും അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അങ്ങനെ ഒട്ടുചെയ്ത് പൈസയൊക്കെ നമുക്ക് എല്ലാവരും ചിലവായി. ഞങ്ങൾ കണ്ണകിലെ ആർട്സുകളിലെ കലാകാരന്മാർ അതിലൊരു പോയിന്റാണ്. നമ്മൾ കണ്ണകിലെ കലാകാരന്മാർ മറ്റാരും സഹായിച്ച എല്ലാവരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ, ആരെ ബുദ്ധിമുട്ടില്ല. കണ്ണകിലെ കലാകാരന്മാരെല്ലാം കൂടെ സ്വരുക്കൂട്ടി കുറച്ച് പൈസ നമുക്ക് അവർ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയാതെ പുന്നപ്ര മനോജ് എന്ന് ഞാൻ എൻ്റെ സാമ്പത്തിക ചുറ്റുപാട് കഴിയാന്നതിൻ്റെ അപ്പുറം കയ്യിൽ 5 പൈസ ഒന്നും ഒരു 10 രൂപ കാശ് പോലും മിച്ചമില്ലാതെ ഇട്ടിട്ടും ഞാനത് മിച്ചമില്ലാതെ വന്നിട്ടും ഞാനത് എന്നെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ രക്ഷപ്പെട്ടു. ഇപ്പം അവൻ സമിതി കളിക്കുന്നുണ്ട്, സുർജിത്ത് കണ്ണകി എന്ന് പറയും. പിന്നെ അത്രയൊക്കെയുള്ള നമുക്കൊന്നുമില്ല, പ്രോഗ്രാം കളിക്കുക അത്രേ ഉള്ളൂ. എനിക്കെന്നല്ല, ഇപ്പം പറഞ്ഞു തന്നത് ഇങ്ങനെ ഈ ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കലാകാരന്മാരെയാണ് എന്ന് പറയുന്നത് അത് ചോദിക്കാൻ വന്നല്ലേ. കാരണം വലിയൊരു കലാകാരനൊക്കെ ഞാൻ എൻ്റെ അണ്ണനൊക്കെ ചെറുപ്പത്തിലൊക്കെ അണ്ണൻ്റെയൊക്കെ നാടകങ്ങളൊക്കെ ഒരുപാട് പോയി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അണ്ണനൊക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത് ഞാൻ അണ്ണനാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത്. അണ്ണൻ വിളിക്കുന്നത് കേട്ടോ, നിങ്ങൾ വിചാരിക്കും തന്നെ അണ്ണൻ വിളിക്കും, തിരുവനന്തപുരം ഭാഷയാണ്, അതല്ല സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതാണ് അണ്ണാന്ന്. ചേട്ടനൊക്കെ ഒരു സുഖം അണ്ണൻ വിളിക്കുന്നുണ്ട് അല്ലേ. ഞാനും എൻ്റെ ചേട്ടനെ ഇവിടെ ഈ ഒരു ചാനലിലേക്ക് ഇരിക്കുമ്പോഴാണ് മധുചേട്ടൻ എന്ന് പറയുന്നത്, ഞാൻ അണ്ണാന്ന് വിളിക്കുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്പിരിറ്റ് ഓഫ് കേരള ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഗണേഷിൻ്റെയാണ്. അപ്പം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എൻ്റെ മാത്രം ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണ്. അതുപോലെ ഒരു നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. ഒരുപാട് പ്രേക്ഷകർ ഇത് കാണണം. കാരണം വെറുതെ ആവശ്യമില്ലാതെ അത് കാണിച്ചിട്ട് അതിൻ്റെ താഴെ മോശം കമൻറ്റും പ്ലസ് കമൻറ്റും മാത്രം ഇടുന്ന ഒത്തിരി ചാനൽസ് ഉണ്ട്. അവരാരും കുറ്റപ്പെടുന്നില്ല, എല്ലാവരുടെയും അവരവരുടെ ജീവിത മാർഗ്ഗമാണ്. പക്ഷേ ഇത് നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള ഒരു ചാനലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കലാകാരന്മാരെ ഇതുപോലെ എനിക്കൊന്ന് ഇതുപോലെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലിൽ ഇത്രയും കലാകാരന്മാർ ഒരുപാട് കലാകാരൻ ഞാനിപ്പം ഇത് കണ്ടപ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചൊറപുറ ഇങ്ങനെ കുറേ വരുക. അപ്പം ഈ യൂട്യൂബ് ചാനൽ സ്പിരിറ്റ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ, പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി എളിയ കലാകാരൻ്റെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി എല്ലാം ചോദിക്കണ്ട ഇത് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് ഇനി നമ്മുടെ പ്രേക്ഷകരോട് അങ്ങനെ ഞാൻ വേണ്ട ഞാൻ ഇനി പ്രത്യേകിച്ച് ചോദിക്കാനുള്ള ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഈ ഭാഗ്യത്തിന് ഷർട്ടിൽ പോക്കറ്റില്ല, അത് ഭാഗ്യമായി. നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാറുണ്ടോ? അല്ല, ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. കാരണം എല്ലാവരും വന്നിച്ച് പറയും അത് അങ്ങനെ പറയണം, ഇതിങ്ങനെ പറയണം, ഇങ്ങനെ പറയണം എന്നൊക്കെ പറയണം. അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഉത്സവ വേദികൾ ഉണരണം. കാരണം ഈ സ്റ്റേജ് പരിപാടി കൊണ്ട് ജീവിക്കുന്ന എന്നെ പോലെ ഒരുപാട് കലാകാരന്മാരുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ പാൻറ്റും കോട്ടിട്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ ഓരോരുത്തരുടെ വീട്ടിൽ വരുമ്പോൾ അറിയാം അവരനുഭവിക്കുന്ന യാതനകളും വിഷമങ്ങളും. കാരണം ഈ പരിപാടി കൊണ്ട് മാത്രം ചോദിച്ചാൽ അപ്പോൾ കൂലിപ്പണിക്ക് പോകാൻ പറ്റുന്ന ചോദിക്കും. ഒരു മടിയില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ ഫേസ്ബുക്ക് എടുത്തൊക്കെ അറിയാം, കട്ടിൽ പ്ലാസ്റ്റിക് ഇടാൻ പോയിട്ടുണ്ട്, വേലി കെട്ടാൻ പോയിട്ടുണ്ട്, കട്ട കുത്താൻ പോയിട്ടുണ്ട്, കടപ്പുറത്ത് മീൻ വാരാൻ പോയിട്ടുണ്ട്, പിന്നെന്തുവാ ചെയ്യാത്ത പണിയൊന്നുമില്ല, പെയിന്റ് അടിക്കാൻ പോയിട്ടുണ്ട്. ഒരു ജോലിക്കും അതിൻ്റെ അന്തസ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മോഷണം ഒഴിച്ച് എന്ത് ജോലിയും ചെയ്യാം, അതിന് അന്തസ്സുണ്ടെന്ന്. അതിനൊന്നും മടിയില്ല. പക്ഷേ വിളിക്കണ്ടേ? എല്ലാ കലാകാരന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചിലപ്പോൾ ഉള്ളവർക്ക് തന്നെ ജോലി ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ക്ലബ്ബുകളും ക്ഷേത്രങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റികളും ആഘോഷം പിന്നെ കൊണ്ടാടുന്ന എല്ലാ അല്ലേ ഓണമാണ്. ഇപ്പൊ ഓണത്തിന് ഇപ്പൊ ഇത്ര അടുത്ത് പോയില്ലേ. അപ്പം ഓണത്തിന് ഇപ്പോഴും ഒത്തിരി പേരുടെ പ്രോഗ്രാം ക്യാൻസൽ ആയവരുണ്ട്. ഒത്തിരി പേരുടെ നമ്മുടെ പ്രോഗ്രാം ദൈവം സഹായിച്ച് ഇപ്പം ഒന്നും ക്യാൻസൽ ആയിട്ടില്ല. അത് എന്തോ ഈശ്വരാധീനമാണ്. പക്ഷെ നമുക്കപ്പോൾ ഊഹിക്കാം, നമ്മളെന്ത് ടെൻഷൻ അടിക്കും, ദൈവം ക്യാൻസൽ ആകരുത് എന്ന്. അപ്പം ഈ ക്യാൻസൽ ആയവരുടെ മനസ്സിലൊരു വിഷമം. വെച്ചാൽ കലാകാരന്മാരുടെ ഒരു സീസണിന്റെ തുടക്കമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് കെട്ടുകാലിയും അതും എല്ലാം പണയം വെച്ച് ഓരോ സാധനങ്ങൾ സ്വരുക്കൂട്ടി പ്രോഗ്രാമിനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓണം ഇങ്ങനെ പോയി ഇനിയുള്ള സീസൺ ഡിസംബർ മുതൽ സീസൺ തുടങ്ങുകയാണ്. കേരളത്തിലെ എല്ലാ നാടകമായിക്കോട്ടെ, മിമിക്സ് ആയിക്കോട്ടെ, കഥാപ്രസംഗം ആയിക്കോട്ടെ, ബാല ആയിക്കോട്ടെ, നാടൻപാട്ടായിക്കോട്ടെ, എന്ത് കലാരൂപം ആയിക്കോട്ടെ, കലാകാരന്മാർക്ക് വേണ്ടി ഉത്സവാഘോഷങ്ങൾ ദയവ് ചെയ്ത് മാറ്റി വെക്കരുത്, അല്ലേ? അത് ഭംഗിയായി നടത്തുക എന്ന് മാത്രമേ അഭ്യർത്ഥിക്കുള്ളൂ. അങ്ങനെ നടത്തുമെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബുക്ക് ചെയ്യുന്ന പരിപാടി എന്നെ കൊണ്ട് തന്നെ ബുക്ക് ചെയ്യും. അത് തന്നെ സരസപ്പം കലാലയ ദേവിയ ഭവനം അമ്പലപ്പുഴ. മൊബൈൽ നമ്പർ കാണാൻ അറിയാം, 9349931523. അത് കാണാപ്പാടാം. ഈ മിക്ക ഒരുപാട് ഏജൻസികളുടെ നമ്പർ എനിക്ക് കാണാപ്പാടാം. അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. തീർച്ചയായിട്ടും. അല്ലല്ല, അണ്ണൻ തരും. അണ്ണൻ ഒരു വർഷം ഒന്നുമില്ലെങ്കിൽ 5 പ്രോഗ്രാം കഴിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അല്ലെ, ഒന്നുകൂടെ പറയട്ടെ. ഇപ്പൊ ഏജൻസിയുടെ കാര്യം പറയുമ്പോൾ പറയാണ്, ഇപ്പം അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർക്കും പരിമിതികളുണ്ട്. ഇപ്പൊ പലയിടത്തും ഒരു നടക്കുന്നത്, അവർക്ക് പ്രോഗ്രാം കൊടുത്തു, ഇവർക്ക് പ്രോഗ്രാം കൊടുത്തു. അപ്പൊ ആ സമയത്ത് വരുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നത് ചിലപ്പോൾ റേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് തോന്നുന്നത്. പിന്നെ ചില കമ്മിറ്റികൾ ഇന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് വരും. അപ്പൊ അവർക്ക് ഏജൻസിയിൽ കഥ കൊടുത്തേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ആ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട വീണ്ടും അവരെ തന്നെ ബുക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ചിലർ വിചാരിക്കും, കണ്ട ആ പുള്ളി അവർക്ക് മാത്രമേ പ്രോഗ്രാം കൊടുക്കാറുള്ളൂ. അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. പിന്നെ എന്തുവാ പറയേണ്ടത്, ഇനി വരുന്ന ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ ഗംഭീരമാകണം. എങ്കിലേ ഞങ്ങളുടെ ജീവിതവും ഗംഭീരം വേണ്ട, ചെറുതായിട്ടെങ്കിലും ഒരു ഗംഭീരമാകത്തുള്ളൂ. അതിന് പ്രേക്ഷകരുടെ സഹായം ആവശ്യമാണ്. എൻ്റെ സമിതിയാണ് അതുകൂടെ പറഞ്ഞ കുട്ടനാട് കണ്ണകി. ഈ വർഷത്തെ പ്രോഗ്രാമിൻ്റെ പേരാണ് പരുന്തക്കെട്ട്. കഴിഞ്ഞ വർഷം നിറക്കൂട്ടായിരുന്നു, അതിന് വർഷം കേളിക്കോട്ടായിരുന്നു, അതിന് വർഷം വർണ്ണപ്പക്കെട്ടായിരുന്നു, അതിന് മുമ്പ് താരകപ്പെണ്ണായിരുന്നു, ചക്കിപ്പരുന്തായിരുന്നു, ഏനുമെൻ്റെ പാട്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ശേഷം ഇപ്പം പുതിയ പ്രോഗ്രാമാണ്. അത് ഈ ഉത്രാട ദിവസം പോലെ പ്രോഗ്രാം അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും എന്നെയും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ അല്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലേ ഉത്സവ കമ്മിറ്റികളും പരിപാടികളും എല്ലാം നടക്കത്തുള്ളൂ, അല്ലേ? നിങ്ങളുടെ വിരിവും അല്ലേ സംഭാവന എല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായും അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. യൂട്യൂബ് അതല്ലേ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ ഗണേശനും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന, PSCക്ക് പോലും ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല, കാണായിരുന്നു പഠിച്ച ചോദ്യം ചോദിക്കാൻ വന്ന സരസപ്പം കലാലയ ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്തായാലും ഇത്രയും നേരവും ഞങ്ങളോടൊപ്പം സഹകരിച്ച ഈ പ്രേക്ഷകർക്ക് നന്ദി. ഈ മനോജിൻ്റെ പരുന്തക്കെട്ട് എന്ന പരിപാടി വരും സീസണിൽ കേരളമാകെ പാറിപ്പറന്ന് അവതരിപ്പിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹകരിച്ച ഏവർക്കും സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.